Hey guys, എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയ വിഷമം എല്ലാവർക്കും ഓർപ്പിക്കല്ലോ കഴിഞ്ഞതൊക്കെ. നിങ്ങൾ ഓർക്കണ്ട ഗൈസ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഫ്യൂച്ചർ ഈസ് ഫ്യൂച്ചർ. മുമ്പോട്ട് പോവുക. സോ അപ്പം നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ വാലന്റൈൻസ് ഡേ കാര്യങ്ങളും കഴിഞ്ഞിരിക്കും. പക്ഷെ നാളെയാണ് വാലന്റൈൻസ് ഡേ. ഈ കുറെ ഡേ ഉണ്ടല്ലോ, ടെഡി ഡേ, ഹഗ് ഡേ, കിസ് ഡേ, നീ മൂടിച്ച് അങ്ങനത്തെ കുറെ ഡേ ഉണ്ട്. ഈ ഡേ ഒന്നും ഞാനും മൃദുല ഇന്നേ വരെ നമ്മൾ ഇത്രയും കൊല്ലം പ്രണയിച്ചെങ്കിലും എന്നൊക്കെ വാലന്റൈൻസ് ഡേ പറ്റി പറയുമ്പോ ഇത്ര ഒരു ഇളക്കം താല്പര്യം. ബൈ ദ വേ ആണല്ലേ, ബൈ ദ വേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണ്? ഹാർട്ട് ചലഞ്ച് അല്ലെങ്കിൽ നമുക്ക് കളർ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചലഞ്ച് എന്ന് പറയാം. അതായത് നമ്മളിവിടെ 10 ഇമോജീസ് കൊടുക്കും, 10 ഹേർട്ട് ഇമോജീസ്. അതുകൊണ്ടാണ് ഹേർട്ട് ചലഞ്ച്. 10 ഹേർട്ട് ഇമോജീസ് ഇവിടെ കൊടുക്കും. അതിന്റെ ഓരോന്നനുസരിച്ച് നമ്മൾ ഓരോ ഗിഫ്റ്റ് കളർ അനുസരിച്ച് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് അത് നമ്മൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. സർപ്രൈസ് ആയിട്ട്. ഏട്ടൻ വാങ്ങിയത് എന്താന്ന് എനിക്കും അറിയത്തില്ല, ഞാൻ വാങ്ങിയത് എന്താന്ന് ഏട്ടനും അറിയത്തില്ല. 10 കളറുള്ള സാധനം വാങ്ങണം അല്ലേ? പക്ഷെ ഞാൻ അന്നത്തെ പോലെ എനിക്ക് വലിയ കോസ്റ്റ്ലി, എനിക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ളൊന്നും വേണ്ട കേട്ടോ. വെള്ള കളറിൽ വേണമെങ്കിൽ നമ്മളെ ആപ്പിളിന്റെ സ്പീക്കറോ അല്ലെങ്കിൽ ചുമന്ന കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല നയിക്കിന്റെ എയറോ ഒക്കെ വാങ്ങാൻ. വേറെ എന്തെങ്കിലുമൊക്കെ വേണോ? വെള്ള കളർ ഞാൻ നിനക്ക് ഒരു പാമ്പേഴ്സ് വാങ്ങിച്ചു തരട്ടെ. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് അതാണ്. ഒന്നും വേണ്ട, കുഞ്ഞു കുഞ്ഞു അതൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോ എനിക്ക് എന്റെ വൈഫിന് ചിലപ്പോൾ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഞാൻ ഇന്നേ ഒരു ഗിഫ്റ്റ് കൊടുത്തില്ല. ഇത്ര നാളായിട്ട് ഒരു ഗിഫ്റ്റും കൊടുത്തില്ല. വാലന്റൈൻസ് ഡേക്ക് ഒരു നോർമൽ ഡേ പോലെയാണ് എനിക്കും മൃദുലയ്ക്കും. ഞാൻ ഒരു ഡയറി മിൽക്ക് പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു താഴെ കമന്റ് ചെയ്യണം. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് വാലന്റൈൻസ് ഡേ നല്ലോണം ആഘോഷിക്കുന്നവരുണ്ട്. ഭയങ്കര ഗിഫ്റ്റ് കൊടുത്ത് സർപ്രൈസ്. ഇത് ആര് കണ്ടുപിടിച്ച ദിവസമാണ് ഈ വാലന്റൈൻസ് ഡേ അറിയാമോ? എന്തെങ്കിലും അതിന്റെ പുറമെ എന്തൊരു കഥ കാണും. ടൈറ്റാനിക്കിലെ ജാക്കും റോസും പോലത്തെ അങ്ങനെ ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ? ക്ലോഡിയസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിൽ ബിഷപ്പ് വാലന്റൈൻ ആയിരുന്നു കത്തോലിക്ക സഭയുടെ അധികാരി. വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് യുദ്ധത്തിലുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു എന്ന ധാരണയിൽ ചക്രവർത്തി റോമിൽ വിവാഹം തന്നെ നിരോധിച്ചു. എന്നാൽ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി ബിഷപ്പ് രഹസ്യമായി വിവാഹങ്ങൾ നടത്തിക്കൊടുത്തു. ഈ വിവരം അറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിൽ അടച്ചു. അവിടെ വെച്ച് ജയിലറുടെ അന്ധയായ മകളുമായി വാലന്റൈൻ പ്രണയത്തിലായി. വാലന്റൈന്റെ പ്രണയത്തിന്റെ തീവ്രതയിൽ ആ പെൺകുട്ടിക്ക് കാഴ്ചശക്തി വരെ തിരിച്ചു ലഭിച്ചു. എന്നാൽ പ്രണയകഥ അറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈൻ ബിഷപ്പിന് തലവെട്ടാൻ ഉത്തരവിട്ടു. വധശിക്ഷ നടപ്പാക്കിയത് ഫെബ്രുവരി 14-നാണ്. മരിക്കുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്ന് ഒരു കുറിപ്പ് എഴുതി വെച്ചു. വാലന്റൈന്റെ ഓർമ്മ ദിവസത്തോടനുബന്ധിച്ചാണ് ഈ ദിനം ആഘോഷിക്കപ്പെടുന്നതെന്ന് വിശ്വാസം. ഇനി വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ചലഞ്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരെ നമ്മൾ ഈ ഷോപ്പിംഗ് മാളിൽ എവിടെന്ന് വെച്ചാൽ പോവുക, 10 കളറിലുള്ള സാധനം വാരിപ്പിറക്കി എടുക്കുക, ഇവിടെ കൊണ്ടുവരിക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് ആയിട്ട് കൊടുക്കുക. ബർത്ത്ഡേ കിട്ടില്ലേ? എന്റെ ചുമപ്പല്ല കേട്ടോ, എന്റെ ഓറഞ്ച്. പക്ഷെ വീഡിയോയിൽ കാണാൻ കറക്റ്റ് ചുവപ്പാണ്. നമ്മൾ റെഡാ, ഒരുമാതിരി ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാ. പക്ഷെ ഈ വാലന്റൈൻസ് ഡേക്ക് ബ്ലാക്ക് ഇട്ട് വരുന്നവരില്ലേ, റിലേഷനിലാണെങ്കിൽ പോലും ഞാൻ സിംഗിൾ ആണേന്ന് അറിയിക്കാനും പിന്നെ എന്തെങ്കിലും ബ്രേക്കപ്പോ ദുഃഖമോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ഇട്ട് വരുന്നവരുണ്ട്. പക്ഷെ ഓരോ വർഷവും കളർ മാറും. ഈ എല്ലാ വർഷവും റെഡ് അല്ല, അതറിയാവോ? എല്ലാ വർഷവും റെഡ് അല്ല, ഓരോരോ കളറുകളാ മാറി മാറി. ചില ദിവസം പച്ച ഉണ്ടായിരുന്നു, ചില വർഷം. നിന്നെ ബ്രേക്കപ്പ് ചെയ്തിരിക്കുന്നു, ഇറങ്ങിപ്പോ. നിന്നെ ഞാൻ ബ്രേക്കപ്പ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ പാച്ചപ്പായിരിക്കുന്നു. ഇങ്ങോട്ട് അപ്പൊ പോവല്ലേ നേരെ? ഓക്കെ. പിന്നെ ആപ്പിളൊക്കെ പരിഗണിക്കാൻ കേട്ടോ, ആപ്പിൾ ഗാഡ്ജറ്റ്സ് ഒക്കെ തിന്നുന്ന ആപ്പിളല്ലേ, റെഡ് ഞാൻ അതെടുക്കാട്ടെ വേണമെങ്കിൽ. അപ്പോ നമ്മൾ ഇവിടെ തൊട്ട് രണ്ടായിട്ട് പിരിഞ്ഞ് നമ്മുടെ ഗിഫ്റ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ? ഗിഫ്റ്റ് ഫൈൻഡിങ് അല്ലോ, ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. നല്ലതൊക്കെ വാങ്ങണേ, എനിക്ക് നല്ലതൊക്കെ വാങ്ങണേ. നിനക്ക് അടിപൊളി സാധനം വാങ്ങുന്നുണ്ട്. നിന്നെ തള്ളിക്കളയുന്നു, ഞാൻ ചേർന്ന് നിൽക്കും. അതെ, ടീമായപ്പോ ഞങ്ങൾ ടീമാണ്. നിങ്ങൾ ടീമാ? ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങൾ അമ്പൂട്ടനെ കൊടുക്കും, അമ്പൂട്ട അത് പിടിക്കും. മിക്കവാറും ഞാൻ മാള് പറക്കി നടക്കേണ്ടി വരും. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മുടെ ചലഞ്ച് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. നമ്മൾ രണ്ട് വഴിക്ക് പിരിയാൻ വേണ്ടി പോവാം. ലെറ്റ്സ് ഗോ. ബൈ ബൈ, ഞാൻ പോവുകയാണ് ഗൈസ്. ബൈ ബൈ. നമുക്ക് അവസാനം കാണാം, ലാസ്റ്റ് കാണാം. അവിടെ ഇന്ന് നമ്മള് 2 പേരും കൂടെ വേണം അച്ഛനെ സോപ്പ് ചെയ്യാൻ, കേട്ടോ? നമുക്ക് വെറൈറ്റി സാധനം പടക്കണം, നീ കോർപ്പറേറ്റ് ചെയ്യണം, കേട്ടോ ഗൈസ്? അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളർ റെഡ് ആണ്. അപ്പൊ നമുക്ക് റെഡ് വെച്ച് കുറെ ഐറ്റംസ് ഉണ്ട്, സിമ്പിൾ ആണ്. നമുക്ക് റെഡ് നോക്കാം. പല കളറില് ബാഗിലൊന്നും ഇരിപ്പുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഏട്ടൻ എനിക്ക് വാങ്ങിക്കുമോ? ഫസ്റ്റ് നമുക്ക് ഫാഷനിൽ കയറി ഏതെങ്കിലുമൊക്കെ കളർ വാങ്ങിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തടുത്ത ഷോപ്പിൽ പോകാം. ഫാഷനിൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ടോ, ഏട്ടനിപ്പോ എന്തൊക്കെയല്ലേ. എനിക്കിങ്ങനെ കയറി കുറച്ച് ഓപ്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഏട്ടന്
എന്തായാലും നോക്കാം. അരെ വാ, അടിപൊളി വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ. നമുക്ക് ആദ്യം ഒരു ബാഗിങ് എടുക്കാം ഗൈസ്. ഈ കടയിൽ കേട്ടാ ഗൈസ് 10 കളർ എടുക്കണം. അങ്ങോട്ട് കളറുകളൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല, ഒന്നും അങ്ങോട്ട്. ഇത് കൊള്ളാല്ലേ, ഒരുപാടുണ്ട്. അതെല്ലാം സൈസ് കറക്റ്റ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ കൊടുക്കുന്ന ഗിഫ്റ്റ് യൂസും ചെയ്യണ്ടേ. അതുപോലെ നമ്മൾ എടുക്കുന്ന കളറിലെ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയൊരു വ്യത്യാസം ആവാം. കറക്റ്റ് ചെറുതായിട്ട് ലൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായാലും പ്രശ്നമൊന്നുമില്ല. ഉണ്ടോ പണ്ടത്തെ പോലെ അല്ലേ ഇപ്പം കളിപ്പാട്ടം കാണുമ്പോ കരയുന്നു. അങ്ങോട്ട് പോകാൻ ഡോളൊക്കെ കണ്ടപ്പോ അവിടെ ഓട്ട് പോകാൻ കരയുന്നു. ചെറുക്കം വലുതായി ഇവനെ കൊണ്ട് ഷോപ്പിംഗ് നടക്കുമോ എന്തോ. ഞാൻ ഈ കറങ്ങുന്നത് മൊത്തം ഗേൾസ് സെക്ഷനിലാണ്, ബോയ്സ് സെക്ഷനിലാണ്. അവിടെ സ്റ്റുഡിയോയും ഉണ്ട്, മാക്സും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റുഡിയോ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ നോക്കാം. എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല റെഡ് വെച്ചിട്ട്. വാലന്റൈൻസ് ഡേ ആയിട്ട് മൊത്തം ബ്ലാക്ക് ആണല്ലോ ഇവിടെ ഉള്ളത്. ഗൈസ് റെഡ് വാങ്ങാൻ വന്നിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് പിങ്ക് ആണ് കേട്ടോ. അപ്പൊ പിങ്ക് കളർ കംപ്ലീറ്റഡ്. അപ്പൊ അടുത്തതിലോട്ട് പോവാം. നമ്മൾ കുറെ നേരമായി മെൻസ് സെക്ഷനിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. അങ്ങോട്ടന്നെ കൊണ്ടുവന്ന് തുടങ്ങി, അങ്ങോട്ട് നീങ്ങുന്നില്ല. ഞാനിപ്പോ ഒരു 5 കളർ എടുത്തിട്ടുണ്ട്. ഇനി എനിക്കൊരു 5 കളർ കൂടെ മതി. അപ്പൊ നമുക്ക് അടുത്ത ഷോപ്പിലോട്ട് പോവാം. ഗൈസ് കളർ അങ്ങോട്ട് നീങ്ങുന്നില്ല ഗൈസ്. ഞാനിപ്പോ യെല്ലോ വാങ്ങിച്ചോട്ടോ, യെല്ലോ കംപ്ലീറ്റഡ് ആയി. പക്ഷെ എന്നാലും ചുമപ്പൊന്നും വെച്ച് നല്ല സാധനമൊന്നുമില്ല. നമുക്ക് അവക്ക് കൂടി ഉപയോഗമുള്ള സാധനം വാങ്ങണമല്ലോ, എന്നിട്ടല്ലേ കാര്യമുള്ളൂ. നോക്കാം. ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. നമ്മള് കൊറേയൊക്കെ ഇത് വാങ്ങി 6 സാധനം വാങ്ങി കേട്ടോ ഞാൻ ഫാഷൻ ചെയ്ത്. ഇനി ബാക്കി 4 എണ്ണം കൂടെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ കണ്ട കളർ തന്നെ വീണ്ടും വീണ്ടും കാണുന്നത്. അപ്പം ഇത് വെച്ചിട്ട് അതെടുത്താലോ അങ്ങനെ തോന്നല് വരും. അങ്ങനെ 2-3 എണ്ണം മാറ്റി. ഒരുപാട് ഓപ്ഷൻസ് എന്താന്ന് ചോദിച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. നീ സത്യം പറഞ്ഞാൽ വായി നോക്കി പോവാ. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹൈപ്പറിൽ പോയാൽ ബാക്കി എടുക്കാം. അതിന് മുന്നേ ഞാൻ ഇന്നോടൊന്ന് കറങ്ങിയിട്ട് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മളിന്ന് ലുലുമാളിലെ എല്ലാ ബ്രാൻഡും കയറി ഇറങ്ങുന്നു കേട്ടോ. മിക്കവാറും ഇപ്പൊ ഇത്രയും നേരമായിട്ട് കുറെ നേരം ഇപ്പൊ 2 എണ്ണം ഞാൻ വാങ്ങിച്ചോളൂ. അവളിപ്പോ എനിക്ക് എത്ര എണ്ണം വാങ്ങിച്ചെന്ന് അറിയാൻ വയ്യ. ഗൈസ് നമ്മളിപ്പോ സ്റ്റുഡിയോയിലും കയറി ഇതാണ്ട് ഇറങ്ങിയതും ഷോപ്പും അടച്ച്. ഇനി എനിക്കൊരൊറ്റ സാധനം മാത്രം മതി. എന്തായിരുന്നു, നമുക്കിതുവഴി തകരണം ഹൈപ്പറിൽ പോകാനേ. എനിക്കൊരു ഓറഞ്ച് കളർ മാത്രം മതി. ബാക്കി എല്ലാം എടുത്തു. ഞാൻ 9 സാധനം എടുത്തു. ഇനി ഒരു ഓറഞ്ച് കളർ മാത്രം. ഓക്കെ ആകുമ്പോ അത് കഴിയുമ്പോ നമ്മൾ ജയിച്ചു. നമ്മുടെ ചെറുതായിട്ട് ഫോണമെന്നൊക്കെ തുടങ്ങി. അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നേരെ ഹൈപ്പറിൽ പോകാം. ഏട്ടൻ നേരത്തെ വിളിച്ചപ്പോൾ 2 എണ്ണം കൂടെ ഉള്ളെന്ന് പറയുന്ന ഏട്ടൻ മിക്കവാറും അതിപ്പോ ഷോപ്പ് ചെയ്ത് കാണും. ഗൈസ് അപ്പം ചുമപ്പോ ബ്ലൂവോ ഏതെങ്കിലും കളർ നോക്കാം. ഞാനിപ്പോ സ്റ്റേഷനറി ഷോപ്പിലാട്ടോ നിൽക്കുന്നത്. ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ എന്തൊരു ലോക്കും കൂട്ടോ. നമ്മൾ ഗിഫ്റ്റ് അല്ലേ, അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ അവളെ ഹാപ്പി ആവണം. ചുമപ്പ് വെച്ചാണല്ലോ ഒന്നും കിട്ടാത്തത്. ഒപ്പട്ട് ഗൈസ് ഇവിടെ എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. നോക്കാം. വേണോ വേണോ വാലന്റൈൻസ് ഡേ ആയിട്ട് വേണോ? ആണോടാ എനിക്ക് സ്നഗ്ഗി വാങ്ങിക്കണം കേട്ടോ. കേട്ടോ ഗൈസ് അവിടുന്ന് ഒന്നും എടുത്തില്ല ഗൈസ്. അവിടെ ഒന്നുമില്ല അവിടെ. ഒന്നും നീങ്ങുന്നില്ല ഗൈസ് അങ്ങോട്ട്. കുറെ നേരമായി ഞാൻ. ഓക്കെ നമ്മൾ ഓറഞ്ച് സാധനം കൂടെ എടുത്തിരിക്കുന്നു. ഡേ കംപ്ലീറ്റ്. 10 സാധനമുണ്ട്, 10 കളർ സാധനമുണ്ട്. ഇവിടെ ബ്ലൂ ഒക്കെ വെച്ചിട്ട് കുറെ ബാഗൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവർക്ക് ആൾറെഡി ബാഗൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ക്യൂട്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. സൂപ്പർ സാധനങ്ങൾ ശരിക്കും ഉണ്ട്. എവിടെ നോക്കിയാലും കളർഫുൾ സാധനങ്ങൾ കേട്ടോ. നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് എന്തായാലും കിട്ടും ഗൈസ്. നമുക്ക് ഡയറി വാങ്ങിച്ചാലോ? പക്ഷെ ഇത് ഏത് കളർ ഉൾപ്പെടുത്തും? കുറെ കളറുണ്ട്. വേണ്ട ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഈ ഷോപ്പിൽ നിന്ന് കുറെ സാധനം വാങ്ങിച്ചോട്ടോ. ബ്ലൂ വാങ്ങി, വൈറ്റ് വാങ്ങി, റെഡ് വാങ്ങി. 3 കളർ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. എളുപ്പമായിരുന്നു സാധനം വാങ്ങാനായിട്ട്. അതും കറക്റ്റ് ലേഡീസ് ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ്, ബോട്ടില്, ബാഗ്, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഏതാ എടുത്തേന്ന് നമുക്ക് ലാസ്റ്റ് കാണാം. നല്ലൊരു ഗുമ്മുള്ളു. നമുക്കിനി നേരെ എനിക്ക് തോന്നുന്നു ലുലു സ്റ്റോറിലോട്ട് കയറാം. അവിടെ കുറച്ച് ഐറ്റംസ് കാണും ഗൈസ്. അപ്പം നമ്മൾ ആൾമോസ്റ്റ് എല്ലാ കളറും എടുത്തിട്ടുണ്ട്. നമുക്കിനി പർപ്പിളുണ്ട്. എൻ്റെ അറിവിൽ പർപ്പിള്, അതുപോലെ തന്നെ ഓറഞ്ച്, ഈ 2 കളർ കിട്ടാത്ത. ബാക്കിയെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങി. മൃദുലയ്ക്ക് 2 കളറേ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ വിളിച്ചപ്പോൾ. നമ്മളിങ്ങനെ ചിക്കൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ഒരാളെ കണ്ടുമുട്ടി ഗൈസ്.
എന്തായി കഴിയില്ലേ? എന്റെ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എനിക്കറിയണം എന്തൊക്കെയാണ് എനിക്കറിയണം എക്സൈറ്റ്മെന്റ്. അപ്പൊ നമുക്ക് വീട്ടിൽ കാണാം. നിനക്ക് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. വീട്ടിൽ കാണാം. ഓക്കേ ഹേ ഗൈസ്, അപ്പൊ നമ്മള് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി ഇവിടെ വന്നിട്ടുണ്ട്. എത്ര ഐറ്റം എടുത്തിട്ടുണ്ട്? 10 കളർ 10 ഐറ്റം. എനിക്ക് ലാസ്റ്റ് കൺഫ്യൂസ് ആയി പോയി. കുറെ കളർ ഉള്ളതുകൊണ്ട് 10 ഞാൻ എടുത്തോ ഏതെങ്കിലും മിസ് ചെയ്തു. പിന്നെ നമ്മൾ ഓരോ ഷോപ്പിൽ കയറുമ്പോ അവിടുത്തെ സെക്യൂരിറ്റി പിടിച്ച് സ്റ്റാപ്ലർ അടിച്ചു വെക്കും. അപ്പൊ പിന്നെ നോക്കാനും പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്തെന്നറിയോ, വാട്സാപ്പിൽ അടിച്ചിട്ട്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അങ്ങനെയൊക്കെ ചെയ്തു. കാരണം പക്ഷെ നമ്മൾ ഒരേ ടൈമിലാണ് വാങ്ങിച്ചു തീരുന്നത്. കറക്റ്റ് ടൈം ആയിരുന്നു അല്ലേ? അല്ലേ അമ്പോ? സത്യം അമ്പനൊന്നും വാങ്ങിച്ചില്ല ഗൈസ്. അവൻ ഞാൻ ഒരു സോക്സ് വാങ്ങിച്ചു. നോട്ടം കണ്ടോ? ഒരു റൂഡ് നോട്ടം. നിനക്ക് വാലന്റൈൻ ഇല്ലല്ലോ, അപ്പൊ നിനക്ക് ഇല്ല ഗിഫ്റ്റ്. അപ്പൊ ഗൈസ് നമുക്ക് തുടങ്ങാം. എനിക്ക് അറിയണം എന്തൊക്കെയാണ് 10 സാധനം. എനിക്ക് അറിയണം. ഒരു കവറേ ഉള്ളൂ അല്ലേ? എനിക്ക് മൊത്തം ഞാൻ നോക്കുന്നില്ല. എനിക്ക് മൊത്തം എന്റെ അല്ലെങ്കിലും നോക്കാൻ പറ്റത്തില്ല. എന്റെ മൊത്തം സ്റ്റാപ്ലർ അടിച്ചിരിക്കും. എന്റെ രണ്ട് കവറുണ്ട്. ഞാൻ വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മള് ഹൈപ്പറിൽ പോയി, പിന്നെ എന്തായാലും പോയി, പിന്നെ വീട്ടു സാധനം വാങ്ങിച്ചോണ്ട് നേരെ വീട്ടിൽ വന്നു. അപ്പൊ എന്തായാലും തുടങ്ങാം. ഞാൻ പിന്നെ കൈസ് ഓർഡർ കാണിച്ചില്ല നിങ്ങൾ. നമുക്ക് ഓർഡറിന് തുടങ്ങേ. ഞാൻ സത്യത്തിൽ ഓർഡറിനൊന്നും അല്ല വാങ്ങിച്ചത്. ഞാൻ ചില കട റെഡ് വാങ്ങാൻ വേണ്ടി കയറും, പക്ഷെ എനിക്ക് റെഡ് കിട്ടൂല, വേറെ കളറായിരിക്കും. എന്റെ പ്രശ്നം എന്താ അറിയോ, ഞാൻ നോക്കുന്ന സാധനങ്ങൾ മൊത്തം എനിക്കാ. ഗേൾസ് ഐറ്റംസാ, മെൻ ഐറ്റംസ് ഒന്നുമില്ല. പക്ഷെ ഞാൻ വാങ്ങിയത് മൊത്തം മെൻ ഐറ്റം. എനിക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ ചില കാര്യങ്ങൾക്ക് നിനക്ക് ഉണ്ടല്ലോ. ഇപ്പൊ നിനക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം പർപ്പിൾ ഒക്കെ വെച്ചിട്ട് മിക്കതും ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ അല്ലേ? അപ്പം ബ്യൂട്ടി പ്രോഡക്ട്സ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിലധികം ബ്യൂട്ടി പ്രോഡക്ട്സ് അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഐറ്റം ഞാൻ നോക്കിയില്ല. പിന്നെ നോക്കിയത് ഇവക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്കിപ്പം കാണാം. അപ്പൊ നിങ്ങളും കണ്ടിട്ടില്ലല്ലോ. സോ നമുക്ക് റെഡിന്ന് തന്നെ തുടങ്ങാം. ഗൈസ്, അപ്പോൾ ഈ ഒരു കളർ തീമിലായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ റെഡിന്ന് തുടങ്ങും, റെഡിന്ന് അങ്ങോട്ട് വൈറ്റ് വരെ. അപ്പം ഈ ഒരു തീമിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ റെഡിൽ നിന്നാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് റെഡ്. ഏത് രീതിയിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും റെഡ്? ലിപ്സ്റ്റിക് ആയിരിക്കും? അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ആയിരിക്കും? ഇതിൽ ഗസ് ഉണ്ടോ? പല ഓപ്ഷൻസ് ഉണ്ട്. ഡ്രസ്, ബാഗ്. ഒട്ടിച്ച് നോക്ക്, ഇങ്ങോട്ട് അടിപൊളിയാട്ടോ. ഇത് വേറൊരു സാധനം, ഇവക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ് സാധനം. ഇതൊരു മിററാ. നിനക്ക് എപ്പോഴും ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇടാൻ ഞാൻ ഇങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് നോക്കി ഇവക്ക് യൂസ്ഫുൾ ആവുന്ന കണ്ടത്. ഇത് അതെന്താണെന്നറിയോ, ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് പോകും. അമ്പൂട്ട 2 മാന്ത് മൊത്തം വെച്ചാക്കും. അപ്പൊ ബാഗിൽ എനിക്ക് എപ്പോഴും മിററിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പേഴ്സിൽ വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ക്യൂട്ട് മിറർ. ഞാൻ വിചാരിച്ച അമ്പൂട്ട് കളിയും കളിപ്പാട്ട് വന്നു, പക്ഷെ ബാഗ് അത്യാവശ്യം. വീഡിയോ എടുക്കുമ്പോ എപ്പോഴും സോറി, ബാഗിൽ വെക്കാൻ മിറർ അത്യാവശ്യമായിരുന്നു. താങ്ക് യു. നോക്ക്, പൊട്ടിച്ചു നോക്കി. ബാക്കിന്ന് പൊട്ടിക്കണോ? ഇതെങ്ങനെ ഉണ്ടാ? അടിപൊളിയായിട്ട്. ഞാൻ വിചാരിച്ച കളിപ്പാട്ട് വന്നു. ഞാൻ വിചാരിച്ചു എന്റെ പേര്. നമുക്ക് വിലയും പറഞ്ഞു പോണോ ഗൈസ്? ഓരോന്നിന്റെ റേറ്റും പറഞ്ഞു പോയല്ലേ? ഇതിന് എത്രയായി? 2x ആണ് മിറർ. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഗൈസ് 550 രൂപ. ഇതെന്ന് വെച്ചാ ഇതെല്ലാം മീൻസ് എക്സ്പോർട്ടഡ് അല്ല, ഇമ്പോർട്ടഡ് ഐറ്റം ആണ്. ഇതെല്ലാം ചൈനയിൽ നിന്നും യുഎസ് നിന്നൊക്കെ വരുന്ന ഐറ്റം. കാരണം അങ്ങനത്തെ ഒരു സ്റ്റോറാണ് ലുലുവിലുള്ളത്. അപ്പൊ അവിടെ എല്ലാം നിസാര സാധനങ്ങളാണെങ്കിൽ ഇപ്പോൾ അതിന് ക്വാളിറ്റിയും വിലയും കൂടുതലായിരിക്കും. ഇത് മിറർ ആണെങ്കിൽ നല്ല നിനക്ക് പിടിക്കുമ്പോൾ ഒരു ഫീൽ ഇല്ലേ? ഇതാണ് ഐറ്റം. ഇങ്ങനെ നമുക്ക് തുറക്കാം. ഇവിടെ മിറർ ഉണ്ട്. പിന്നെ നമുക്ക് തൂക്കിയിടാൻ വേണ്ടി ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാൻഡ് കണക്ക് സാധനം ഉണ്ട്. നമുക്ക് പേഴ്സിലോ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെയൊക്കെ പിടിക്കാം. ഇങ്ങനെയൊക്കെ നീ കാണിച്ചു കൊടുക്ക്. ആടാണോ? നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ടച്ചപ്പ് ഒക്കെ ചെയ്യാം. ഫസ്റ്റ് ഐറ്റം അടിപൊളിയല്ലേ? താങ്ക് യു. ഗേൾസിന്റെ പൾസ് അറിയുന്നവരാണ് ഞാൻ. ഗേൾസിനല്ല, എന്റെ വൈഫിന്റെ പൾസ്. ഗേൾസിന്റെ പൾസ്, വൈഫിന്റെ പൾസ്. അപ്പൊ ഗിഫ്റ്റ് ഇവിടെ വെക്കാം. അല്ല, ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, അടുത്ത എന്റെ റെഡ്. ഒരുപാട് പ്രതീക്ഷിക്കില്ലേ? ഒരുപാട് സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഒരു കുഞ്ഞു സംഭവം. എന്ത് വിധി ഇത്? ഞാൻ കുക്ക് ചെയ്യുമ്പോ എനിക്ക് വിയർപ്പ് തുടക്കാം. അതിനും പിന്നെ നിനക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴും പിന്നെ നമുക്ക് വേറെ പരിപാടി ഉണ്ട്. കോണം വേണം. ഗിഫ്റ്റ് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ കളർ നോക്കിയെങ്കിൽ വാങ്ങിച്ചതാ. പക്ഷെ നീ ഇത്രയും വിലയുടെ ഗിഫ്റ്റ് വാങ്ങി ഞാൻ ഒരു 30 രൂപയുടെ ഗിഫ്റ്റ്.
ക്യുക്ക് ഡ്രൈ അല്ല കുഴപ്പമില്ല, നമുക്ക് വീഡിയോ എടുക്കുമ്പോഴായാലും. എടാ നല്ല മെറ്റീരിയലാ. ആ ഓക്കെ ഓക്കെ. 30 രൂപയല്ലേ? നമ്മള് വിലയല്ല, ഗിഫ്റ്റിലാണ് കാര്യം. ഓക്കെ എടാ നീ ഇത്രയും വലിയ ഗിഫ്റ്റ് സോറി ഏട്ടാ. പൊടി കിടന്നു, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. സംഭവം പുറകെ വരുന്നുണ്ട്, പക്ഷെ ഞാൻ ആദ്യം തന്നെ പ്ലിങ് ആയി കേട്ടോ. റെഡ് എടുക്കണ്ടായിരുന്നു കളർ. അപ്പൊ അടുത്തത് ഓറഞ്ച് കളറാണ് അല്ലേ? ഓറഞ്ച് കളർ. ഓറഞ്ച് കളറിൽ ഞാൻ ഇതിനകത്താണ് ഓറഞ്ച്. ആ വാഞ്ചിലെ ഫൗളാണ് ഇപ്പൊ പോയി വാങ്ങിച്ചിട്ട് വരും. ആ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കളറ് ലാസ്റ്റ് കൺഫ്യൂസ് ആയി പോയായിരുന്നു കുറെ. ഇത് ഞാൻ വീഡിയോയിലേ കണ്ടുള്ളൂ, പക്ഷെ എനിക്ക് ഞാൻ വിചാരിക്കും ഇത് എങ്ങനെയാന്ന് എനിക്കിന്ന് യൂസ് ചെയ്ത്. അല്ല ഇത് പറഞ്ഞാൽ പീരീഡ്സ് ഒക്കെ പീരീഡ്സ് പെയിൻ ഉപയോഗിക്കുന്ന ഹോട്ട് വാട്ടർ ബാഗ്. ഇതിൽ ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ട് നമുക്ക് പീരീഡ്സിന് മാത്രമല്ല, ഞാൻ ഇങ്ങനെയൊക്കെ റിയൽ ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളാണ് ഞാൻ കൂടുതൽ വാങ്ങിച്ചത്. എനിക്ക് എന്താ ജെട്ടിയാണോ? ഓറഞ്ച് കളർ ജെട്ടി പൊട്ടിക്കണ്ടേ? ഇന്ന് എനിക്ക് പീരീഡ്സ് ആകുമ്പോ ഇത് വെക്കാലോ. അല്ലെ പീരീഡ്സ് ആകുമ്പോൾ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും വയറ്റിന് പെയിനോ നടുവേന തൊണ്ടവേദന, മണ്ടവേദന, മൂക്കുവേദന. ഇതിപ്പം ഗിഫ്റ്റ് ആണോ അതോ ആശുപത്രിയിൽ പോകുമ്പോ ചോദിച്ചാ? കൊള്ളാം കേട്ടോ. അതാണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒഴിക്കും. ഞാൻ കുറെ വീഡിയോസിൽ കണ്ടുള്ളൂ, പക്ഷെ എനിക്ക് വേണമായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇതിന്റെ വില 349 രീതി കിടക്കുന്നു. എനിക്ക് അറിയത്തില്ല കറക്റ്റ് എത്രയാണ്. അതിൽ കിടക്കുന്ന 350 രൂപ. 350 ബില്ല് ചിലപ്പോൾ ഡിസ്കൗണ്ട് ചിലപ്പോൾ കാണുമായിരിക്കും, എനിക്ക് അറിയത്തില്ല. എന്തായാലും 349 രൂപ. പക്ഷെ കൊള്ളാം, അടിപൊളി അടിപൊളി അടിപൊളി. താങ്ക് യു. ഇനി എന്റെ ഓറഞ്ച് പോരട്ടെ. ഞാൻ കളറേ നോക്കിയോളൂ, ഞാൻ ഗിഫ്റ്റ് ഒന്നും അങ്ങനെ നോക്കിയില്ല. നോക്കിയില്ലേ? ആ ഫേസ് വാഷ് ആവശ്യമായിരുന്നു ഗൈസ്. എനിക്ക് ഫേസ് വാഷ് വളരെ, അതും പപ്പായ ജോബിസിന്റെ അല്ലേ, കൊള്ളാം. ഓക്കെ അല്ലേ? ഞാൻ ഹാപ്പിയാണ്. അല്ല എനിക്ക് ഫേസ് വാഷ് എനിക്ക് മസ്റ്റ് ആയിട്ട് വേണമായിരുന്നു. ഞാൻ ഉപയോഗിക്കാത്തൊരു സാധനം ഫേസ് വാഷ്. ഡാൻസ് കളിച്ചിട്ട് വരുമ്പോൾ ഫേസ് വാഷ് ഇത് ഇവിടെ വെച്ചേക്കാം, അതാകുമ്പോൾ എപ്പോഴും ഫേസ് വാഷ്. താങ്ക് യു സോ മച്ച്. ടവലിൽ നിന്ന് വിട്ടു പിടിക്കുന്നു. നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ആയി ഫേസ് വാഷിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും ഞാൻ വലിയൊരു ടവലാണ് ഉദ്ദേശിച്ചത്, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ചെറിയ ടവലിൽ ഒതുക്കിയതാ. ഓക്കെ അടുത്തത് ബ്ലൂ. നീട് എന്തുവാടി ഞാൻ വന്ന അപ്പം കണ്ണടക്കി ഇത് മറ്റേ ഇങ്ങനത്തെ തുമ്പൽ ഹെയർ ഫാ. കാരണം എപ്പോഴും റൗണ്ട് ഉള്ള റൗണ്ടിൽ എന്റെ മുടി ഭയങ്കരമായിട്ട് ഉണക്കും. ഇത് ഉണക്കൂല, അത്യാവശ്യമായിരുന്നു. ഓ സെറ്റ് അല്ലേ? സെറ്റ് മറ്റേതിട്ട് പിടിക്കുമ്പോ മുടി മൊത്തം പൊഴിഞ്ഞു അതിൽ പോവായിരുന്നു. സെറ്റ് സാധനം. ആക്ച്വലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നത് ഞാനാണ് കേട്ടോ. എനിക്ക് അറിയാം, നിന്നെ അറിഞ്ഞില്ല കേസ്. നിങ്ങൾ കമന്റ് കേസ്. ഞാനല്ല ഇപ്പം ഗിഫ്റ്റില് എങ്ങനെയുണ്ട് ആ ഒരു മസാജിങ് ഫീൽ കൂടി. നമ്മള് അല്ല ഇത് ഈ ഇങ്ങനത്തെ ചീപ്പിന് വേറെ പേരുണ്ടോ? ഇങ്ങനെ എന്തോ പേരുണ്ട് ഇങ്ങനത്തെ ചീപ്പിന്, ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ബ്ലഡിന്റെ സർക്കുലേഷൻ, പിന്നെ നമ്മളെ മുടി ഉടക്കൂല ഒരിക്കലും, നമുക്ക് തല വേദന എടുക്കൂല. 150 രൂപ. ഇതിന്റെ പേര് 150 അല്ലേ? 150. ഇതാണ് അടിപൊളി കേട്ടോ. താങ്ക് യു. അടുത്ത എന്റെ ബ്ലൂ 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 വരട്ടെ. കണ്ണടയ്ക്കോ? എന്താ ഗാഡ്ജറ്റ്സ് വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്റെ മനസ്സാണിത്. ബെന്നിയൻ ജോക്കിയാണോ? ഓ ജെട്ടിയാണോ? ജെട്ടി ഗൈസ്. സത്യം പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ ജെട്ടി എന്ന് പറയെങ്കിലും കളർ അറിയോ? ഇതല്ലാണ്ട് യൂസ്ഫുൾ ആണ്. കാരണം ഇവ എനിക്ക് നല്ല ബ്യൂട്ടി പ്രോഡക്ട്സ് പോലത്തെ രീതിയിലും നിനക്ക് യൂസ്ഫുൾ ഉള്ളതാണ് ഞാൻ വാങ്ങിയേ. എടാ ഇത് പാളയങ്കര, ഇത് ആർക്കടി? ഇത് നോക്കട്ടെ സൈസ് കറക്റ്റാ. എന്നെ പഠിപ്പിക്കല്ലേ. സോറി ഗൈസ്. കളറാന്താ ആരും ഇടാത്തല്ലേ? വെച്ചൊന്നും ഞാൻ ചീപ്പി കാണിച്ചോണ്ടായിരിക്കും. ഒരു ഇന്നർ നമ്മൾ 6 മാസേ നമ്മള് ബോയ്സ് ഉപയോഗിക്കാം. ബോയ്സ് ഇതിന്റെ വില കേട്ടായിട്ടും കിട്ടും. 629 നിക്കറാ. മൈക്രോ ഫൈബർ കൂടിയ സാധനം, അതുകൊണ്ട് നല്ല സാധനം വാങ്ങിച്ചത്. പിന്നെ അങ്ങനെ ജട്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊച്ചാക്കാതെ. എന്നാലും ഞാൻ 150 ഇല്ല ഇത് യൂസ് ചെയ്ത്, അതുകൊണ്ടാ ഫസ്റ്റ് ടൈം വാങ്ങി തന്നെ. ജെട്ടി തന്നെ അല്ലേ ഇത്? 629 രൂപയുടെ ജെട്ടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പ്രതീക്ഷയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇതെനിക്ക് യൂസ് ആണ് സാധനം. ഞാൻ പിന്നെ ഇത്രയും കൂടിയ നിക്കറൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇന്ന് ഇടണമെന്ന് കേട്ടോ. എന്റെ റിവ്യൂ ഞാൻ പിന്നെ പറയാം. താങ്ക് യു സോ മച്ച്. അടുത്ത കളറ് എന്നാലും സത്യം ഞാൻ നിക്കർ ഞാൻ വെച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്.
എടാ എനിക്ക് അതല്ല ഡൗട്ട്. നീ അതല്ല വെയിറ്റ് ചെയ്യ്, ഇതിലും വിറ്റെന്താണെന്നറിയോ? ഞാൻ കടയിൽ കയറിയിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് സ്കൈ ബ്ലൂ കളർ. ചേട്ടൻ എന്തൊരു വിചാരിച്ചാണ്. എന്നിട്ട് ചേട്ടൻ എനിക്ക് 1-2 കാണിച്ചു തന്നെ. ഞാൻ പറഞ്ഞു ചേട്ടാ ഇതൊന്നും അല്ല, അതിന്റെ കളർ കാണിച്ചു കൊടുത്ത്. അമ്പുട്ടനും ഉണ്ടല്ലോ കയ്യില്. ചെന്നപ്പോ ആദ്യം ഞാനങ്ങനെ ഒരു പെണ്ണുങ്ങളെ കടയിൽ പോയിട്ട് എനിക്ക് സ്കൈ ബ്ലൂ നിക്കറോടെന്ന് പറഞ്ഞാൽ ചേച്ചി എന്നെ എന്തൊരു വിചാരിച്ചാണ്. ഞാൻ ചോദിക്കൂല, എവളെന്നാലും ചോദിച്ചല്ലേ സ്കൈ ബ്ലൂ കളർ നിക്കറോ. ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്താണ്ട് ഈ കളർ വേണോന്ന് പറഞ്ഞ് കൊറേ തപ്പി പിടിച്ചെടുത്ത്. അമ്പുട്ടനും കയ്യിലുണ്ടല്ലോ, അത് കുഴപ്പമില്ല. ഇത് നിക്കർ റിവ്യൂ അത് ഗിഫ്റ്റാ. ഞാൻ കൊറേ പറഞ്ഞു ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. 629 രൂപയ്ക്ക് അത് ഓക്കെ ആണോന്ന്. ടവൽ ഇപ്പൊ ബാലൻസ് ആയില്ലേ? ബാലൻസ് ആയി. സോ അടുത്ത കളറ് പിങ്ക് ആണ്. പിങ്ക് ആണ്. നീ എടുത്തോ. ഞാൻ എടുക്കാം. നീ എടുത്തു. നെക്സ്റ്റ് കളർ പിങ്ക്. സാർ ഇത് കൊള്ളാല്ലേ ഗെയിം? നമുക്ക് ഇതിന്റെ പാർട്ട് 2 ഒക്കെ എടുക്കാം. നൈസ് ആയിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഇങ്ങനെ കളിച്ചു പോകുക, നല്ല രസമായിരിക്കും. നമുക്ക് വേണ്ടി എന്താ വാങ്ങിച്ചതെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് സൂപ്പർ. ഓക്കെ എടുത്തോ. സന്തോഷം. സൂപ്പർ ഹോട്ട് വീൽസ് എനിക്ക് അല്ലെങ്കിൽ ഫേവറേറ്റാ. ഇത് ഒരു F1 പോലത്തെ ഒരു കാറാട്ടോ. ഓ നൈസ്. ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല. അല്ല അമ്പൂട്ടനെ കൊടുക്കാം. അമ്പു വലുതാകുമ്പോ കാറിന്റെ പേരിൽ അമ്പു ഞാനും തമ്മിൽ അടിയാവും. എനിക്ക് അത്രക്ക് ഇഷ്ടം ഹോട്ട് വീൽസ്. ഇതൊരു കൊള്ളം കിടന്നാണ്. പിങ്ക് കളർ. ഇത് എത്ര രൂപയുടെ? 179. എന്റെ പൊന്നെ, ബോയ്സിന് വാങ്ങിക്കാനാണ് പാട്. എന്തൊക്കെ വാങ്ങിക്കണം? ഗേൾസിനാണെങ്കിൽ പല പല ഓപ്ഷൻസ് ഇല്ലേ? എടാ ഇത് സോ ഹാപ്പി. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും ടോയ്സിന്റെ സ്ഥലത്ത് പോയായിരുന്നേ. അപ്പൊ ഞാൻ നമുക്ക് ടോയ്സ് ഇഷ്ടമല്ലല്ലോ, ഞാൻ ഇങ്ങനെ വാങ്ങും ഇതെന്ന് പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ ഇനി എന്റെ പോരട്ടെ. കണ്ണടച്ച് കൈ നീട്ടിത്താ. ഇത് നിനക്ക് ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിട്ട്. ഏട്ടാ ഞാൻ ഇത് വാങ്ങിക്കണോന്ന് അത്യാവശ്യം. എല്ലാം വെക്കാം. ചീപ്പ് മിറർ, ഈ പറഞ്ഞ ആ മിററും ഇതിനകത്ത് ഇടാം. എല്ലാം നിന്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം അത്യാവശ്യമായിരുന്നു. നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി. അപ്പൊ എനിക്ക് എങ്ങനെയുണ്ട് സാധനം? സൂപ്പർ സാധനം. കറക്റ്റ് പിങ്ക് കളറല്ലേ? ക്യൂട്ടല്ലേ ഗൈസ്? ഇതിനകത്ത് എല്ലാം ഇടാം. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. അല്ല ഈ സാധനം ഇരിക്കുന്നോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് എടുത്ത് കണ്ടാ നോക്കാം. നല്ല ഇത് ഫ്ലെക്സിബിളും ആവും. അത്യാവശ്യം നല്ല സാധനങ്ങളെല്ലാം കൊള്ളും. ലിപ്സ്റ്റിക്ക്, കണ്ണാടി, ഈ കണ്ണാടി എല്ലാം എടുക്കാം. ഇത് എത്ര രൂപ പറഞ്ഞില്ല? 300 രൂപ. 300 രൂപയ്ക്ക് ഓക്കെയാണ്. ഇത് കുഴപ്പമില്ല. യൂസ്ഫുൾ പ്രോഡക്റ്റ്, അത്യാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്. മോന്ത അങ്ങനെ കോണിച്ച് വെക്കണം. എല്ലാരും മോഡൽസ് ഒക്കെ അങ്ങനെ. അയ്യേ അടുത്ത എന്റെ ഫോട്ടോ. എന്റെ അടുത്താ കളർ റോസ്. ദാണ്ട പിങ്ക്. പിങ്കാണ് കളർ. തന്നില്ലേ? ഞാനല്ലേ ആദ്യം തന്നെ. എനിക്ക് ഇനിയും വേണമെന്ന്. സോ അടുത്തത് ബ്ലൂ ആണ്. ബ്ലൂ ഞാൻ എടുക്കണം അല്ലേ? ബ്ലൂ ഫോർ ബ്ലൂ 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 ബ്ലൂ. കൊഞ്ചലും തെഞ്ചാ. നീ കണ്ണടക്കി. ഇത് എന്തായിരിക്കും? കമ്മൽ. ഓക്കെ കണ്ണു പറഞ്ഞോ. ഇതിന്റെ പേര് പറയട്ടെ. ഇതിന്റെ സെക്ഷൻ ഞാൻ കണ്ട് പല കളർ ഇരിക്കുന്നേ. വിചാരിച്ചു ഒരു ഗേളിനായിരുന്നെങ്കിൽ അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. കറക്റ്റ് ആയിട്ട് നീ അത് വാങ്ങിച്ചല്ലോടാ. നെയിൽ, ആർട്ടിഫിഷ്യൽ നെയിൽ. എനിക്ക് പേര് പറയാൻ അറിയത്തില്ല. ബ്ലൂ ആണ് അതിനകത്തിരിക്കുന്നത്. കണ്ട ബ്ലൂ ആണ്. മൂടി ഇത് പർപ്പിൾ ആണെങ്കിലും അകത്തിരിക്കുന്ന സാധനം നമ്മൾ നോക്കണം. തൊട്ടിക്കാൻ പക്ഷേ കൊണ്ടുപോ. അതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പൊ നഖം വളർത്തുന്നുണ്ട്, എനിക്ക് ഒട്ടിക്കണം വേണമായിരുന്നു. ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടു എവൾക്ക് ഇത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. കണ്ടു ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു. പ്രൈസ് 360. ഈ സാധനത്തിന് ഇത്ര വിലയാണോ? എനിക്ക് അറിയത്തില്ല. സത്യം പറയാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ കല്യാണത്തിന് മാത്രമേ എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ളായിരുന്നു, പിന്നെ വെച്ചിട്ടില്ല. ഞാൻ ഡൗട്ട് വെക്കട്ടെ, ഇത് വെക്കുമ്പം എത്ര നാളിങ്ങനെ ഇരിക്കും? അത് എനിക്ക് അറിയത്തില്ല. നനയുമ്പോ പോവോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ. അപ്പൊ ഞാൻ ആർട്ടിഫിഷ്യൽ നെയിലാണ് വാങ്ങിച്ചു കൊടുത്തത്. ഞാൻ തരണല്ലേ? നീ ജെട്ടിയാ? US Polo ഷോക്സ്. ഓക്കെ ഷോക്സ് എനിക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനം. ഓക്കെ 199 രൂപ. US Poloയുടെ ഷോക്സ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നല്ല ക്വാളിറ്റി അല്ലേ? അതുകൊണ്ട് ഞാൻ ചേട്ടന് യൂസ്ഫുൾ ഉള്ള സാധനങ്ങളല്ലേ വാങ്ങിയ. സോ താങ്ക് യു ഷോക്സ് ഓള. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഷ്ടപ്പെട്ടു. ഇത് ബ്ലൂ അല്ലേ? ബ്ലൂ. ഇത് മറ്റേ ഇത് ബ്ലൂ. ഈ ബ്ലൂ ഷോക്സ് കാണുമ്പോൾ എനിക്ക് പണ്ട് നമ്മള് സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ വരെ വലിച്ചു കയറ്റിടുമല്ലോ.
ആ ഒരു ഓർമ്മ വന്നു എനിക്ക്. എന്നാലും കംഫർട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ കളർ കൂടെ നോക്കി വാങ്ങിയത്. ഹൈ ആംഗിൾ ടെറി ഷോക്സ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത കളർ പോവാ. ഓക്കെ, ഗ്രീൻ. യു ടേക്ക്. ആ, എപ്പോഴും ഞാൻ ടേക്ക്, നീ അങ്ങോട്ട് ടേക്ക്. സ്പ്രേ. സ്പ്രേ മാൻഡ്രിഡ്. മെന്നാണേ, മെന്ന് നോക്കി നടന്ന്. എനിക്ക് സത്യം പറഞ്ഞ ഒന്നാമത് ഇപ്പൊ പെർഫ്യൂം ഇല്ല. വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പം സ്പ്രേ ഇല്ലായിരുന്നു. ഓ പച്ച വോട്ട്, ഞാൻ വിചാരിച്ചു അകത്ത് ബ്ലാക്ക് ആണോ. താങ്ക് യു സോ മച്ച്. ഒരു നമ്മൾ ഈ കുളിച്ചൊക്കെ കേറുമ്പോൾ ഒരു ഫ്രഷ്നെസ്, ഒരു അങ്ങനത്തെ ഒരു ആംബിയൻസ് മണം അല്ലേ. നല്ല എത്ര നോക്കി പ്രൈസ് നോക്കി? 299. വാലന്റൈൻസ് ഡേ ആയിട്ട് എല്ലാരും ഒരു ഗിഫ്റ്റ് കൊടുക്കും, നമ്മൾ അങ്ങോട്ടും കൂടെ ചറപറ ഗിഫ്റ്റ് ചെയ്തോണ്ടിരിക്കല്ലേ കളർ അനുസരിച്ച്. പോന്നോട്ടെ. അപ്പൊ പച്ച ഇല്ല, ഞാൻ വാങ്ങിച്ചില്ല. ഇറക്കി പിടിച്ച അതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് ഇറക്കി പിടിച്ച. എനിക്ക് പച്ചയൊക്കെ ലാസ്റ്റ് ആണ്, എനിക്ക് ഒന്നും കിട്ടിയില്ലായിരുന്നു. ക്ഷമയില്ല. അടിപൊളി സാധനം, അടിപൊളി അടിപൊളി. പിന്നെ കമ്മലിന്റെ സെക്ഷൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇത് സാരികൾ, എനിക്ക് ഇങ്ങനത്തെ ഇതിന് ജിമിക്കാസ് എന്നല്ലേ പറയുന്നത്? ഓപ്പോസിറ്റ് ആയിട്ട് വേറെ ജിമിക്കാന്നല്ലേ പറയുന്നത്? ജിമിക്ക. ഇങ്ങനത്തെ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇങ്ങനത്തെ ഒക്കെ വരുന്നത്, കാരണം സാരിയുടെ കൂടെ ചുരിദാറിന്റെ കൂടെ ഭയങ്കര എടുപ്പായിരിക്കും. നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്യാം. അടിപൊളിയാട്ടോ. നൈസ്. എടാ ലുലുവില് ജുവലറി ഐറ്റംസ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവാ. 300. അത് വേറെ എവളിത് വാങ്ങുന്നേ കണ്ടിട്ടുണ്ട്. എവളിത് വാങ്ങുന്ന മിക്കപ്പോഴും 80 രൂപയ്ക്ക് 100 രൂപ. പക്ഷെ കാര്യമുണ്ടല്ലോ, ഈ പ്രൈസ് ഞാൻ വാങ്ങൂലായിരുന്നു. അല്ല, ഇത് പക്ഷേ മെറ്റീരിയൽ വൈസ് കൊള്ളത്തില്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നു. ഓക്കെ, അപ്പൊ അടുത്ത കളറിലോട്ട് പോവാം. സെറ്റ് സാധനം. അടുത്ത യെല്ലോ. അയ്യോ, എല്ലാം വാങ്ങിയില്ലേ? എല്ലാം വാങ്ങിയില്ല. നീ വാങ്ങും. കുർത്ത. നോട്ട് കുർത്ത. എടാ അടിപൊളി മെറ്റീരിയൽ ഷർട്ടടാ. എടാ എന്ത് സോഫ്റ്റ് ആടാ. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടപ്പെടാ. മറ്റേ കാണുമ്പോ തന്നെ അറിയാം. എനിക്ക് ഇങ്ങനെ കൈ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കൈ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 1400 രൂപ. യെസ്, നല്ല മെറ്റീരിയൽ ആണ്, നല്ല സാധനമാണ്. ഞാൻ വാങ്ങിയത് ലാർജ് ആണോ മീഡിയം ആണോ? ലാർജ്. ഒന്ന് വെച്ചേ, ഒന്ന് ഇത് വെള്ളപ്പാലിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. ഞാൻ ഇങ്ങനെ എക്സ്പെൻസീവ് ഷർട്ട് ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് ഉണ്ടോ 700 800 രൂപ 600 രൂപ കറക്റ്റ്. ആ വെള്ളപ്പാലിൻ്റെ കൂടെ ചേരും. പൊളി ഗൈസ്. എനിക്ക് ഈ കളർ ഇല്ലായിരുന്നു തോന്നുന്നു. ഈ കളർ എനിക്ക് ഉണ്ട്, പക്ഷേ ഈ എക്സാക്ട് കളർ ഇല്ല. അതിന്റെ അല്ല, എനിക്ക് മെറ്റീരിയൽ ഇതിടാൻ ഭയങ്കര സുഖം. എന്നാ നമ്മളിപ്പോ ചൂടാ, മുണ്ടിന്റെ കൂടെ കൊടുക്കാം. വളവളവള കിടക്കുന്നത്. താങ്ക് യു. ഇഷ്ടപ്പെട്ടു, ഇത് ഇഷ്ടപ്പെട്ടു ഗൈസ്. എല്ലാം ഇഷ്ടപ്പെട്ടു. എന്നാലും ഇത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. പക്ഷെ വില, ഏത് കമ്പനി, ഐഡന്റിറ്റി. ഓക്കെ, ഇനി ഞാൻ അടുത്ത കളറിലോട്ട് പോവാം. എല്ലാം നിനക്ക് മാത്രമല്ലല്ലോ വാങ്ങേണ്ടത്, എന്റെ അമ്പൂട്ടന് എന്തേലും വാങ്ങണ്ടേ. സോ സത്യം പറയാലോ, ഈ സെക്ഷനിൽ പോയപ്പോ അമ്പൂട്ടൻ ഇത് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. പക്ഷെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാഞ്ഞതേ, അതെടുത്ത് കയ്യിലോട്ട് കൊടുത്തപ്പോ കരഞ്ഞു, കണ്ടു പേടിച്ച്. പക്ഷെ ഇത് കണ്ടവൻ യൂസ്ഫുൾ ആയിക്കോളുവേ. അടിപൊളി. ഇത് നമുക്ക് കാറിലൊക്കെ. സ്പൈക്ക് ഉള്ള കൊരങ്ങന. കൊരങ്ങനല്ലത്, കുതിരയാണോ? കുതിര. ഇത് കണ്ടില്ലേ? ശരിയല്ലേ. അല്ല കൊരങ്ങനല്ലേ, ഇവിടെ 2 ഡോട്ടല്ലേ. നമുക്ക് പേര് കാണാം. സോഫ്റ്റ് ടോയിനേ ഉള്ളൂ. അല്ല, ജിറാഫ് ആയിട്ടാ. ഒരേ ത്രാസിൽ തൂക്കാം. ജിറാഫ്, ഇരിക്കുന്ന ജിറാഫ്. കഴുത്തിന് നീളമില്ല. ജിറാഫിന് കഴുത്തിന് നീളമില്ലാതെ ഇങ്ങനെ തന്നെ ഗൈസ്. 200 രൂപ. അടിപൊളി ഗിഫ്റ്റ് ആയിട്ടാ. സോ അടുത്തത് പർപ്പിൾ ആണ്. പർപ്പിൾ ആണോ? കഴിയാറാവുന്നില്ലേ? ഞാൻ എടുക്കാം. തീരണ്ട. കൊറേ കൂടെ കളറുകൾ എടുക്കായിരുന്നു. പക്ഷെ ഇത് പർച്ചേസ് ചെയ്യാനല്ലേ പാട്. എടാ ഞാൻ പർപ്പിൾ എടുത്തില്ലേ. പർപ്പിളോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, പർപ്പിൾ ആണോന്നൊന്നും പറഞ്ഞൂടാ. ടേബിളിന്റെ മണ്ടയിൽ ഒരു അലിഞ്ഞൊരു ഐസ്ക്രീം എടുത്തപ്പോ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ. അയ്യോ അതാ ഞാൻ ആലോചിച്ചു, ഞാൻ വാങ്ങിച്ചു. കാറിന്ന് ഇത് മാത്രം അക്സെപ്റ്റ് അല്ല, ഇത് കവറിലല്ലാതെ ഞാൻ അങ്ങനെ സത്യം പറഞ്ഞ പർപ്പിൾ. വാലന്റൈൻസ് ഡേക്ക് നമ്മൾ മധുരം കഴിക്കണമെന്നാണല്ലോ. സോ ഞാൻ നമ്മുടെ ഒരു പർപ്പിൾ കളർ, ഇത് ഏതിന്റെ ഇതിന്റെയാണ്, ബ്ലൂബെറിയുടെ പർപ്പിൾ ആണ്. അകത്തും പർപ്പിളാ.
പൊട്ടിട്ട് എന്തായാലും അടുക്കള വരെ പോയില്ലേ സ്പൂൺ എടുത്തിരുന്ന് നമുക്ക് ഏട്ടൻ ചുമ. അല്ല എനിക്ക് ശോഭ ഞാൻ കഴിക്കുന്നില്ല, നീ കഴിച്ചു. പർപ്പിളാണ്, ആർക്ക് സംശയമൊന്നുമില്ലേ? ഞാൻ സ്പൂൺ എടുത്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നോർമലി ഏട്ടൻ വാങ്ങിക്കൂല, അങ്ങനെ വാങ്ങിച്ചായിരുന്നു. അല്ല ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചു. ഇപ്പഴാ അത് ഓർത്തത്. സോ എല്ലാവർക്കും വാലന്റൈൻസ് ഡേ കഴിഞ്ഞാലും അത് എനിക്ക് പറ, എന്നിട്ട് ബാക്കി എല്ലാവർക്കും പറ. ഇത് ബ്ലൂബെറിയുടെ ചെറിയ ഉണക്ക ഡ്രൈ ബ്ലൂബെറി ഉണ്ട്, നൈസായിരിക്കും. ഇനിയും കഴിക്കാൻ തോന്നുന്നു, പക്ഷെ എനിക്ക് തൊണ്ട പ്രോബ്ലം ആണ്. ഇതിന്റെ വില വരുന്നത് 170 രൂപ. നമ്മള് ടീഷർട്ടിന്റെ വില എല്ലാത്തിന്റെ വില പറഞ്ഞല്ലോ, ജിറാഫിന്റെ വില പറഞ്ഞില്ല? പറഞ്ഞോ? ഓക്കെ വെച്ചോ. താങ്ക് യു. അപ്പൊ ഇനി അടുത്ത ഐറ്റം ബ്ലാക്ക് ആണ്. ഞാൻ എടുക്കാം, ഞാൻ തരാം. ഇങ്ങോട്ട് പറഞ്ഞേ തരാ. ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും വില കുറഞ്ഞ ഐറ്റമാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം ബോർഡറിൽ വൈറ്റ് ഉണ്ട്. തലയിൽ എടുത്തില്ല ഞാനിതിങ്ങനെ കയ്യിലിട്ടേക്കും. അടിപൊളി സാധനമാടാ. വിലക്കുറവ് ആര് പറഞ്ഞ വിലക്കുറവ്? 150 രൂപ ഈ സാധനത്തിന്. ഞാൻ ഈ 179 എന്നല്ലേ എഴുതിയിരിക്കുന്നേ. ഞാനീ ഒന്ന് കണ്ടില്ലടാ, പെട്ടെന്ന് നോക്കിയപ്പോ കണ്ടാണ് ആ വെയിലത്ത് ആ വെട്ടത്തെ 79 കണ്ടോളൂ. ഞാൻ അതുകൊണ്ടാ പറഞ്ഞ 179 ഉണ്ടായിരുന്നു. 179 ഇതില്ല, ഞാൻ വാങ്ങിക്കുന്നില്ലായിരുന്നു ഒരിക്കലും. പക്ഷെ ഇത് കാണാൻ കൊള്ളാം, ഇങ്ങനെ ഇത് വരുന്നോണ്ടേ ചുറ്റും ഒരു ഇത് വൈറ്റ് വരുന്നുണ്ട്. അടിപൊളി. അപ്പൊ എന്റെ ബ്ലാക്ക് താ കൊഞ്ചാലും കൊഞ്ചായോ. ബെൽറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കൂറ ബെൽറ്റാ. ഇപ്പഴത്തെ ബ്രൗൺ ആയ പ്രശ്നമില്ല, ബ്ലാക്ക് ആണ്. എല്ലാം വില കൂടി സാധനമാണ്. അതെന്താണെന്നറിയോ, ഏട്ടൻ ഇപ്പൊ ഇൻ ചെയ്തിടുമ്പോ നോർമൽ ബെൽറ്റിന്റെ ഇതിനേക്കാളും ഞാൻ എനിക്ക് ഇത് വേണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇൻ ചെയ്തൊക്കെ ഇടുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു അതല്ല, ഇതിന് നല്ല തിളക്കമാണ്. എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെ കാണാനൊരു ആഗ്രഹം. ബെൽറ്റ് മാത്രം നീ എപ്പോഴും ഒരേ ബെൽറ്റ് തന്നെ ഇടുന്നത്. അതുമല്ല എനിക്ക് ആ ബെൽറ്റ് വേണം. നീ ബെൽറ്റ് എടുത്തിട്ട് വേണം ആ ബെൽറ്റ് എനിക്ക്. എടാ അതിന്റെ അല്ലടാ, ഗേസിന്റെ വില ഉണ്ട് 1700 രൂപ. കാര്യം ബെൽറ്റ് വാങ്ങി കൂടി 500 രൂപ കിട്ടും നല്ല ബെൽറ്റ്. ഇത് അയ്യോ മോനെ, ഇത് വേറെ കമ്പനിയാ, പാർക്ക് അവന്യൂ. ഈ കമ്പനി നിനക്ക് കിട്ടും വേറെ. നല്ല ബ്രാൻഡാ, എനിക്കറിയാം. ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞ ബ്രാൻഡ് നല്ല. ഞാനും കണ്ടിട്ടുണ്ട് ഈ ചിഹ്നം. നമ്മളെ ഒരു പക്ഷി ഇങ്ങനെ പറക്കണം. അതുമല്ല എനിക്ക് ഇത് കണ്ടിട്ട് ഞാൻ വാങ്ങിയത്. അതിൽ നല്ല ഗോൾഡൻ ഇതുകൊണ്ട് എക്സിക്യൂട്ടീവായി നടക്കും. അപ്പൊ എന്നെക്കാട്ടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിച്ചത് മൃദുലയാണ്. ഷർട്ട് ആദ്യത്തെ കർച്ചീഫ് പക്ഷെ പോയി, ആദ്യത്തെ ഇംപ്രഷൻ പക്ഷെ ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ പിടിച്ചു ഗൈസ്. എന്റെ ബ്ലാക്ക്, നിന്റെ ബ്ലാക്ക് തന്നെ ഇനിയും വേണോ ബ്ലാക്ക്? അയ്യോ ഇനി വൈറ്റും കൂടെ ഉള്ളോ? ഇനി വൈറ്റ് കൂടി ഉള്ളു. തീർന്നു 10 ഐറ്റം ഷടപട തീർന്നു. എത്ര നേരം എടുത്ത് വാങ്ങിച്ചെന്ന് അറിയാമോ? സത്യം. ഞാൻ വൈറ്റ് തരാം ഫസ്റ്റ്. അതെ, നിന്നെ മാത്രമല്ല, എനിക്ക് എപ്പോഴും കുഞ്ഞിനെ ഓർമ്മ വരും കേറുമ്പോ. അയ്യോ ക്യൂട്ട് സാധനം, ക്യൂട്ട്. ഇത് ഡോഗാന്ന് തോന്നുന്നത്. 250 രൂപ. ഈ കാണാൻ ഇത് ചെറുതാണെങ്കിലേ ടോയ്സിനൊക്കെ ഭയങ്കര വിലയാണ് ഗൈസ്. പിന്നല്ലേ നല്ല മെറ്റീരിയൽ, സൂപ്പർ സാധനം കേട്ടോ. അടിപൊളി. നമുക്ക് കാറിലൊക്കെ വേണമെങ്കിൽ തൂക്കിയിടാം. പിന്നെ കാറിൽ ഇപ്പോഴും അങ്ങനെ ആരും ചെയ്യാറില്ല. പക്ഷെ എന്നാ പോലും അമ്പൂട്ടിന് കളിക്കാൻ കൊടുക്കാം. മേലെ ഹാങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ഗൈസ്. ഇതിന് നമ്മൾ ഓരോ സാധനങ്ങളേ അതിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് വില. ഇതാണ് ഈ പാവക്കുട്ടി തമ്മിൽ രാപ്പകല് വ്യത്യാസം. ഇത് ഭയങ്കര സോഫ്റ്റും നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഒരു ഫീൽ ഇടുന്നുണ്ട്. ഇത് കുറച്ച് ഹാർഷ്, നമ്മുടെ നോർമൽ മെറ്റീരിയൽ ആണ്. പക്ഷെ ഇത് നോർമൽ അല്ല. ഇത് പെട്ടെന്ന് തൈൽ വിടുമെന്ന് തോന്നുന്നു, മേ ബി. ഇപ്പൊ തന്നെ അപ്പൊ എന്റെ വൈറ്റ് പോരട്ടെ. അപ്പൊ ഇത് 230 അല്ലേ? 250. അപ്പൊ അടുത്ത് എന്റെ പോരട്ടെ. ഇവര് ഫ്രണ്ട്സാ. അതെ, ഇതിന്റെ 2 പേരാ. ഇവര് രണ്ടുപേരും ഫ്രണ്ട്സാണ്. ഇത് പെൺകൊച്ച, ഇത് ആൺകൊച്ച. രണ്ടുപേരും ലവ് ആയി, രാത്രിയും കഴിഞ്ഞു. വാലന്റൈൻസ് ഡേ ആയിട്ട് ലവ് ആക്കിയതാട്ടോ. ഓക്കെ, ഇവിടെ ഇരിക്കേ. ഇരിക്കൂടെ നമുക്ക് ഐസ്ക്രീം കൊടുക്കാം. ഐസ്ക്രീം അടിപൊളിയിരിക്കണം കേട്ടോ. ഓക്കെ വൈറ്റ്. എടേ ടീഷർട്സ് എനിക്ക് മെയിൻ ആണല്ലോ. അടിപൊളി സാധനം. സെലക്ഷൻ ഉണ്ടോ? സൂപ്പർ സാധനം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല, ഇതിനകത്ത് ചെറിയൊരു പ്രിന്റിംഗ് വർക്ക് ഉണ്ട്. അത് വൈറ്റ് ആയതുകൊണ്ടാണ് എടുത്തറിയാത്തത്. പക്ഷെ നല്ല രസമുണ്ട്, നല്ല മെറ്റീരിയൽ, സോഫ്റ്റ് മെറ്റീരിയൽ. ഇത് ഞാൻ ഏത് സൈസ് വാങ്ങിയത്? പക്ഷേ റിട്ടേൺ ഇല്ലെന്നാ പറഞ്ഞത്. അങ്ങനല്ല, സൈസ് കറക്റ്റ് അല്ലെങ്കിൽ എനിക്ക് പേടിച്ച് മേടിച്ചാൽ ഞാൻ എടുത്തത്. മീഡിയം കറക്റ്റ് അല്ലേ? 900 രൂപ. ഇതിന്റെ ലാർജ് ഭയങ്കര വലുത്. ഇപ്പൊ ക്ഷീണിച്ച് പനി ആയതുകൊണ്ട് ഇത് കറക്റ്റ് അല്ലേ? അടിപൊളി കറക്റ്റാ. അങ്ങനെ
നമ്മുടെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞ് 10 ലവില് 10 കളറും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. സോ നിങ്ങൾക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുത്തോ, ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്നോ? ഒരു ഈ 10 എണ്ണത്തില് ഏട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരണം ഒരെണ്ണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു യെല്ലോ ഷർട്ടാണ്. ആണോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇതില് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള? അത് ഇച്ചിരി ടഫാ. പക്ഷെ ഞാൻ നിനക്ക് ഇതിൽ വാങ്ങിച്ചാൽ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മിററും ഈ ഒരു ബാഗും. എല്ലാം ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ ഇതൊക്കെ ഞാൻ ഡൗട്ട് അടിച്ച് വാങ്ങിച്ചതാ, ഇതൊക്കെ എന്താവും. എനിക്ക് ഇവളിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ, പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലല്ലോ. സോ ഇത്രയാണ് നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസ് അല്ലേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ ഗൈസ് നിങ്ങൾക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഈ വീഡിയോ വരുമ്പോൾ മേ ബി വാലന്റൈൻസ് ഡേ കഴിയും. അത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഹാപ്പി ആയിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള കാണുന്നവരെ ബൈ. എടുത്തോണ്ട് വരാ. എന്താണ് അവന് കളിപ്പാട്ടോ കൊടുക്ക. അമ്പുവേ ഇത് ആരാ നോക്കി? ഇത് കണ്ടോ? ഇത് നമുക്കറിയാം. അച്ഛൻ അമ്മയ്ക്ക് വാങ്ങിച്ച സാധനങ്ങൾ കണ്ടു അമ്പു. പക്ഷെ നോക്കിക്കോണേ, എടാ ആദ്യം ഐസ്ക്രീം തൊട്ടടാ. പേടിക്കോ? ഇതിലേതാ പിടിക്കുന്നേ നോക്കട്ടെ. ജോ ഡു ജോ മ്യാവ് മ്യാവ്. ഉടനെ ചെറിയൊരു പനിയുണ്ടേ. എനിക്ക് അമ്പുവിനെ പനിയായിട്ട് ചെറുതായി. മ്യാവ്. കേട്ടല്ലേ? ഒന്നുകൂടെ. മ്യാവ് മ്യാവ്. അതാ ഇഷ്ടപ്പെട്ട വൈറ്റ്. പറയാൻ പറ്റില്ല. അറബിക്കൽ മ്യാവ് മ്യാവ് മ്യാവ്. നല്ല ക്യൂട്ടായിട്ട് പറയാ. അപ്പൊ ബൈ. അപ്പൊ അമ്പുവിന് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആണോ? അതെടുത്ത് കളയുന്നു, അതെടുത്ത് എറിയുന്നത്. അത് അമ്മയ്ക്ക് അടിപൊളി അടിപൊളി അടിപൊളി. നിങ്ങളിപ്പോ എല്ലാരും കമന്റ് ഇട്ടതേ ഏട്ടന് ഞാൻ പർപ്പിൾ കളർ കൊടുത്തില്ലെന്നല്ലേ. ആ ഐസ്ക്രീം തിന്ന ആ ഒരു ഇതിലങ്ങ് ആയിപ്പോയി. ഏട്ടന് കൊടുത്തില്ല, ഞാനും വേണ്ടായിരുന്നോ? ഞാൻ മറന്നുപോയി. ഇപ്പൊ ഞാൻ കവർ നോക്കിയപ്പോഴാ ഞാൻ വാങ്ങി ഗിഫ്റ്റ് കൊടുത്തില്ല. എണ്ണിയതും ഇല്ല. ഇതിനകത്ത് പർപ്പിൾ അല്ലല്ലോ, വൈറ്റ് അല്ലേ? പൊട്ടിക്കുന്നില്ലല്ലോ ഇപ്പൊ, യൂസ് ചെയ്യുമ്പോഴല്ലേ പൊട്ടിക്കത്തോളൂ. അപ്പൊ പർപ്പിൾ വെച്ചിട്ട് മൃദുല തന്നത് ഗ്ലോ ഷോട്ട് ആണ് കേട്ടോ, ഷീറ്റ് മാസ്ക്. അമ്പൂനാ? 50 രൂപ. ഞാൻ കേട്ട അമ്പൂനാന്ന്. 50 രൂപ. അപ്പൊ ഓക്കെ, ഷീറ്റ് മാസ്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഇപ്പൊ കൊടുത്തിട്ടുണ്ടേ. ഞാൻ ഓർത്തില്ല. ഇനി വല്ല ഉണ്ടാവും, പാക്കറ്റിനകത്ത് വല്ല ഉണ്ടോന്ന് നോക്കി.